നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് റാഗി പൊടി കൊണ്ടുള്ള അപ്പവും കിഴങ്ങ് സ്റ്റൂവും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് റാഗി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് അടുത്ത 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വലിയ മിക്സി ജാറൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്കാൻ 2 കപ്പ് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈസ്റ്റ് ചേർത്തില്ല എന്ന് കരുതിയും കുഴപ്പമില്ല. ഈസ്റ്റ് ചേർക്കുവാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് അപ്പം ചുട്ടെടുക്കാം. ഈസ്റ്റ് ചേർത്തില്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തത് ഇനി ഒരു ബൗളിലിട്ട് മാറ്റാം. എന്നിട്ടിത് മൂടി വെച്ച് 1 മണിക്കൂർ നേരം കഴിയുമ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ കറക്റ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സ്റ്റൂ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കിഴങ്ങ് കൊണ്ടാണ് കേട്ടോ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിഴങ്ങ് ഇതുപോലത്തെ ഇത്ര വലുപ്പത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു 2 വലിയ കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കപ്പൊക്കെ വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കിഴങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്നിട്ട് പ്രസ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കത്തിയും ഒക്കെ മേടിച്ചത് എല്ലാം തന്നെ ഓൺലൈനിലാണ് കേട്ടോ. കത്തിയാണെങ്കിലും അതുപോലെ ചോപ്പിംഗ് ബോർഡൊക്കെ ഓൺലൈനിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടുന്നവർ മേടിച്ചോളൂ കേട്ടോ. നല്ല പ്രോഡക്റ്റ്സാണ് എല്ലാം തന്നെ. പിന്നെ സ്റ്റൂ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, ഞാനിപ്പോൾ വലിയ സവോളയിൽ എടുത്തത്. അപ്പോൾ ആ ഒരു സവോള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടും കൂടെ മിക്സാക്കി സോട്ട് ചെയ്തെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ കൂടെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. അപ്പോൾ ഈ 2 പൊടികൾ മാത്രമായിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ. 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തിളപ്പിക്കരുത്, തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ചൊരു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റൂ കിഴങ്ങ് കൊണ്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാവ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞേ പിന്നെ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എണ്ണ വേറെ സെപ്പറേറ്റ് എണ്ണ നമ്മുടെ പാനിൽ തേക്കുന്നില്ല, ഈ ഒരു എണ്ണയാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ദോശത്തവ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കും പോലെ തന്നെ ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി മൂടി വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വന്നതിന് ശേഷം വേണം കേട്ടോ മൂടി വയ്ക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. ഇത് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 15 അപ്പം വരെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ റാഗിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇഷ്ടം പോലെ റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 2 അപ്പം എടുത്തിട്ടുണ്ട്. കുറച്ച് പൊട്ടാറ്റോ സ്റ്റൂവും കൂടെ ഒഴിച്ചിട്ട് മിക്സാക്കി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം 1:15 അടുത്ത പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻ.